ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഷാദിയത്താൻ്റെ വീട്ടിലേക്ക് ഷാദിയത്താൻ്റെ വയറ് കാണാൻ പോയ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോയതായിരുന്നു. അപ്പോൾ ജസ്റ്റ് വയറ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ മോം ടു ബി പോലെ ചെറുതായിട്ടൊന്ന് മോം ടു ബി ആയിട്ട് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷാദിയത്താനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു രീതിയിലാണ് കേട്ടോ, വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ കുറച്ച് ഐറ്റംസൊക്കെ ഷാദിയത്താക്ക് കൊണ്ടുകൊടുത്തിട്ട് ചെറുതായിട്ടൊരു കേക്കൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഒരു സ്പെഷ്യൽ വ്ളോഗാണിത് ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളെല്ലാം കണ്ടു നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പോകുന്നത് നിലമ്പൂരിൽ നിന്നാണ്. ഞാനും വേറെ 2 ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ തയ്യാറാക്കി കൊണ്ടുപോകുന്നത് ഇറാനിപ്പോളയും നെയ്യപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ പിന്നെ ഇതുപോലെ ഇറാനിപ്പോളയും നെയ്യപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇറാനിപ്പോളയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്യാസ് ഫ്ലെയിമിൽ നെയ്യപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ്. പെരിന്തൽമണ്ണ 2 മണിക്ക് എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷഹറുബത്താൻ്റെ ജ്വല്ലറിൻ്റെ അവിടെ എത്തിയിട്ട് അവിടുന്ന് ഷഹറുബത്താൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്, കൊച്ചി ഫാമിലിയിലെ ഷഹറുബത്താൻ്റെ കൂടെ. അപ്പോൾ ഞാനിവിടെ നിലമ്പൂരിൽ നിന്നായതുകൊണ്ട് തന്നെ ഒരു 12:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 2 മണിക്കൊക്കെ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഒരു 12:30 ആകുന്ന സമയത്ത് തന്നെ ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് ഉച്ചഭക്ഷണത്തിന് ചെല്ലാൻ വേണ്ടിയിട്ട് കുറേ പറഞ്ഞതായിരുന്നു ഷാദിയത്ത. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എന്തായാലും ഉച്ചഭക്ഷണത്തിന് എത്തൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണത് വേണ്ടാന്ന് വെച്ചത്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 4 വർഷത്തോളം ആവാനായിട്ടോ ഇപ്പം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒത്തുകൂടാറുണ്ട്. കല്യാണം പോലെ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ. ചെറിയ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ കൂടാറില്ല. കാരണം ഒരാൾ ബാംഗ്ലൂർ, കുറച്ച് പേര് കാസർഗോഡ്, കുറേ പേര് മലപ്പുറം, അങ്ങനെ പല സ്ഥലത്തായിട്ടാണ് ആൾക്കാരുള്ളത്. മാത്രമല്ല ചിലരൊക്കെ പുറത്തായിരിക്കും അധിക സമയത്തും. അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പള്ളീൻ്റെ അടുത്താണ് നേഹ ജ്വല്ലറി ഉള്ളത്. അവിടെയാണ് നമ്മൾ ഷഹറുബത്താനെയും ഷമീറാക്കുനെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഷഹറുബത്താൻ്റെ ജ്വല്ലറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഇനാഗുറേഷൻ്റെ അന്ന് വന്നിരുന്നു. അന്നാണ് കുറച്ച് പേരെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് 2 വർഷം മുമ്പാണ് കേട്ടോ കൂടിയിട്ടുണ്ടായിരുന്നത്. അത് കാസർഗോഡാണ് കൂടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് പങ്കെടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ അവർ വരുന്നവരെ ഇവിടുത്തെ കളക്ഷൻസൊക്കെ കാണായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇതിനു മുമ്പും ഒരുപാട് പേര് പ്രഗ്നൻസി ആയിട്ടുണ്ട്, കുഞ്ഞു ഭാവകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ സമയത്തും ഇതുപോലൊന്നും ഒത്തുകൂടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ പുറത്തുണ്ടാവും. അപ്പോൾ അവർ പറയും അവർ വന്നിട്ട് കൂടാന്ന്. അങ്ങനെയാണ് സംഭവിക്കാറ്. ഇപ്പോൾ ഷഹറുബത്തും ഷമീറാക്കും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് വരെ കാറിൽ കയറിയിട്ടാണ് തൂതയിലേക്ക് പോകുന്നത്. ഇതുവരെ ഞങ്ങളെ എൻ്റെ കാക്കുവാണ് കേട്ടോ കൊണ്ടാക്കിയത്. പാണ്ടിക്കാട് നിന്ന് ഒരാളും പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന തെസ്രീത്തയാണ് കൂടെ ഉള്ളത്. തെസ്രീത്ത ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ ബസ്സിൽ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോകുന്നത്. എന്നാലും കുറച്ച് കൺഫ്യൂസ്ഡാണ് അവിടേക്കുള്ള വഴി. മെയിൻ റോഡിൽ നിന്ന് കയറി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു കൺഫ്യൂഷൻ ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് കറക്റ്റ് ആ സ്പോട്ടിലെത്തിയേ അവിടെ വന്ന് നിന്നു. അങ്ങനെ സക്കീർ ഖാന്റെ പിറകെ പോയിട്ടാണ് പിന്നെ കറക്റ്റ് വീട്ടിലെത്തിയത്. അപ്പോഴേക്കും ബാക്കിയുള്ളവരും അവിടെ എത്തിയിട്ടോ. തിരൂരിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മലപ്പുറത്ത് നിന്ന് 2 പേര്, പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരാളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ 2-3 കാറുള്ള കാരണം കാർ മുറ്റത്തേക്ക് ഇറക്കിയിട്ടില്ല. ഞങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ള മുറ്റവും വീടും പരിസരവും ഒക്കെ ആണല്ലോ. അപ്പോൾ അതങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നെ ഷാദിയത്താനെ കാണാൻ പോവല്ലേ, നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വിശേഷമാണല്ലോ. 23 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റ് ആവുക പറഞ്ഞാൽ മാഷാല്ലാ. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ആയിരുന്നു കേട്ടോ. ഷാദിയത്തെ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് ഷാദിയത്താനെ കാണുകയാണ്. അല്ല, 1-2 വണ്ടിയൊക്കെ ഉണ്ടാവും.
അപ്പോൾ അടിപൊളി വെൽക്കം ഡ്രിങ്കൊക്കെ ഞങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്വീറ്റ്സും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്വീറ്റ്സൊന്നും കഴിക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നില്ല. എല്ലാവരും പരസ്പരം ഷാദിയത്താനെ കാണുന്ന തിരക്കിലും പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പരസ്പരം കാണുന്ന തിരക്കിലും പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ കുഞ്ഞാവുകൾ ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ കാണുന്നതൊക്കെ തിരക്കിലായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ഈ ഒരു ഐറ്റംസ് ഞങ്ങൾ തന്നെ പാത്രത്തിലേക്കൊക്കെ സേവ് ചെയ്തിട്ട് ടേബിൾ കൊണ്ടുവെക്കുകയാണ്. അപ്പോഴാണ് ഷാദിയത്ത് ഇങ്ങനെ ഒരു ഷോക്കിലിങ്ങനെ നിൽക്കുകയാണ്, എന്താണ് പരിപാടി എന്നുള്ള പോലെ. നമ്മൾ സാധാരണ വയറ് കാണാൻ പോയാൽ അവർക്ക് കൊടുത്തിട്ട് കുറച്ച് സമയം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് പോരാറാണല്ലോ ചെയ്യാറ്, എവിടെ ഇങ്ങനെ വയറൊക്കെ കാണാൻ പോകുന്ന സമയത്ത്. ഇത് ഞങ്ങളെല്ലാം കൊണ്ടേ തന്നെ ഞങ്ങൾ തന്നെ സെർവ് ചെയ്യാനൊക്കെ തുടങ്ങി. ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളതൊന്നും ഷാദിയത്താക്ക് അപ്പോൾ അറിയില്ലല്ലോ, പിന്നെയാണ് അതറിഞ്ഞത്. പിന്നെ കരളായിൽ ഷർഫത്ത് കൊടുത്തേച്ചായിരുന്നു കേട്ടോ, കുറച്ച് നൊസ്റ്റാൾജിക് ഐറ്റംസ്, അത് ഷാദിയത്താക്ക് കൊടുക്കുകയാണ്. ഞാനോലതുവരെ കാണാൻ പോയിട്ടില്ല. നിങ്ങളിന്ന് പോണിന്റെ എങ്ങനെ ആലോചിക്കും, ഞാൻ പോയിട്ടില്ലല്ലോ. ആ ജോക്കർ മിഠായി ഒക്കെ തസ്ലിത്ത ബാംഗ്ലൂരിൽ നിന്ന് വന്ന തസ്ലിത്ത കൊടുന്ന ഒരു ഐറ്റം ആയിരുന്നത് ബാംഗ്ലൂർ സ്പെഷ്യൽ ദിൽ പസന്ത്. അതുപോലെ ബ്രൗണി കേട്ടോ, ബ്രൗണിയും തസ്ലിത്ത കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ എല്ലാവരും കൊടുന്നത് ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. ഇതാണ് നമ്മളെ കേക്ക് ഉണ്ടാക്കിയ ഷാദിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് കേക്ക് നുസ്രീ ഉണ്ടാക്കി നന്നായി. വേറുള്ളവരാണെങ്കിൽ അത്രക്കൊരു ഇതുണ്ടാവില്ലല്ലോ. അങ്ങനെ ഇത് രണ്ട് വേറെ ഫ്ലേവർ ചെയ്ത് പിന്നെ ഓൺലൈനിൽ നിന്ന് ഇതുപോലെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിരുന്നു, നമ്മൾ ബേബി ഷവർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ കേക്ക് മുറിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കൂടുന്ന പലഹാരങ്ങളൊക്കെ ശരീരത്താനെ ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. Ready, 1, 2, 3, start. Ready, 1, 2, 3, start. പിന്നെ റിമാമി ബേക്സിൽ നമ്മുടെ നുസ്രീൻ ഉണ്ടാക്കിയ കേക്കാണ്. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഷാദിയത്താൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേക്ക്. പിന്നെ കാണുന്ന പോലെ കേട്ടോ, കഴിക്കാൻ അതുക്കും മേലെ ഡബിൾ ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഡ്രസ്ലെച്ചസിൻ്റെ ഫ്ലേവറിലായിരുന്നു അത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് കഴിപ്പിക്കുന്നു, ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ മെല്ലെ ഒന്ന് മുകളിലോട്ട് കയറി നോക്കിയതാണ് ബൂബുവിനെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരെയും കണ്ട ഉടനെ ബൂബു മേലേക്ക് ഒരു ഒറ്റ ഓട്ടം ഓടിയതാണ്. ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടാവണം. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാനൊന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കി. പരിചയമില്ലാത്ത മുഖമായതുകൊണ്ടായിരിക്കണം വീണ്ടും ഒന്ന് നീണ്ടു നിറന്ന് കിടന്നുറങ്ങിട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് മെല്ലെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടിന് നടക്കുകയാണ്. അപ്പോൾ ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. അപ്പോൾ വീഡിയോയിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് അതൊക്കെ ഒന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ആ ഒരു പരിസരവും മുറ്റമൊക്കെ ഒന്നിങ്ങനെ വീക്ഷിച്ച് നടന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ ഷാദിയത്തും സക്കീറാക്കും കൂടെ കേക്ക് കട്ട് ചെയ്യാണ്.
ഇപ്പോഴും ആ ഒരു വീഡിയോ അങ്ങനെ ഷായത്താനെ അവിടെ കെട്ടിയിട്ട് ഞങ്ങൾ ചുറ്റും ഇരുന്നിട്ട് കുറേ സമയം സംസാരിച്ചിരുന്നു കേട്ടോ. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 3 മണി 3:30 അവിടെ എത്തിയിട്ട് ഒരു 5 മണി 5:30 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ച് വന്ന ആൾക്കാരാണ്. പക്ഷേ സമയം പോയതേ അറിഞ്ഞില്ല. മഗ്‌രിബൊക്കെ കഴിഞ്ഞ് ഇരുട്ടായി കേട്ടോ. അങ്ങനെ ഫസ്റ്റ് കുട്ടികളുള്ള 3-4 പേര് പോവുകയാണ്. അപ്പോൾ കുഞ്ഞാവകൾക്കൊക്കെ ഉറക്കം വന്നിട്ട് കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ അവർ 4 ആളും കൂടെ ആദ്യം പോയി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഷെഹറുബത്താൻ്റെ ഹസ്ബൻഡ് ഷെമീറാക്കുമാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷെമീറാക്കുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ ദീപാവലി സീസൺ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഷെമീറാക്കും സക്കീറാക്കും കൂടെ കുറേ സമയം സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ആ വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് ആ ഒരു തിരക്കായിരുന്നു. ഇപ്പോൾ കുറേ പേര് പോയല്ലോ. പിന്നെ അതിൽ കൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്ന് എല്ലാം ഇങ്ങനെ കണ്ടു. ഇപ്പോൾ തന്നെ കുറേ സമയമായിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഇവർ സംസാരിച്ച് കഴിയണ വരെ കൂടെ അവിടെ കുറച്ച് സമയം കൂടെ ഇരുന്ന് സംസാരിച്ച ശേഷം പിന്നെ ഞങ്ങളും ഇറങ്ങായി. അപ്പോൾ നല്ല സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു. ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നടക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. കാരണം പലരും പല സ്ഥലത്തു നിന്നാണല്ലോ വരുന്നത്. ഓരോ മുടക്കങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ 3-4 പേര് നമ്മളെ കൂട്ടത്തിലില്ല. കാസർഗോഡുള്ള ആൾക്കാർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വരാൻ പറ്റാത്ത 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ് പോരുകയാണ് കേട്ടോ. രാത്രിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്